ദിയ കൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജീവനക്കാരായ വിനീത, ദിവ്യ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത് 60 ലക്ഷം രൂപയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തൽ. ഈ തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തതിനും പോലീസിന് രേഖകൾ ലഭിച്ചു. ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. സ്ഥാപനത്തിലെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിലെ QR കോഡ് നൽകി ജീവനക്കാർ 69 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയെന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും പരാതി. ഇതിനു പിന്നാലെയാണ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തെന്ന് 3 വനിതാ ജീവനക്കാർ പരാതി നൽകിയത്. ഈ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് ഈ നിഗമനത്തിലെത്തിയത്. അതേസമയം QR കോഡ് വഴി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് 60 ലക്ഷം രൂപയിലധികം എത്തിയതായി പോലീസ് കണ്ടെത്തി. വിനീതയുടെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ 35 ലക്ഷം രൂപയുമാണ് കണ്ടെത്തിയത്. തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പോലീസിന് ലഭിച്ചു. എന്നാൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ ലഭിച്ചിട്ടില്ല. നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ദിയയ്ക്ക് തന്നെ നൽകിയെന്നുമാണ് ജീവനക്കാരുടെ മൊഴി. ബാങ്ക് അക്കൗണ്ട് രേഖകളും CCTVയും മൊബൈൽ ഫോണും പരിശോധിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.